ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് ബിരിയാണിയാണ്. അതിനായി ഞാനിപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, തക്കാളി, പിന്നെ കുറച്ച് സ്പൈസസ്. പ്രഷർ കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ കുക്കിംഗ്. കുക്കർ ചൂടായാലും നമ്മൾ അതിൽ നെയ്യ് ഒഴിക്കണം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ചൂടായത് അതിലോട്ട് നമ്മൾ കറിവേപ്പില, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് സവോള ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സോയ ചങ്ക്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ച 1 കപ്പ് ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം.
ഇതിലേക്ക് നമുക്കിനി 2 സ്പൂൺ കേർഡ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് നന്നായി കവറാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്തതുകൊണ്ട് ഇത് ഒറ്റ വിസിലിന് തന്നെ കുക്കാകും. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഞാൻ ഒരു 20 മിനിറ്റ്സിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.